പലപ്പോഴും ഞാൻ കാണാറുണ്ട്, പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൻ്റെ മുമ്പിൽ വലിയ അത്ഭുതം നടക്കാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ കാണാം ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടുണ്ടാകാൻ. ചിലപ്പോൾ ആളുകൾ പറയും, ഈ ഈശോ മിശിഹായാണല്ലോ ഏകരക്ഷകൻ, ഈശോ മിശിഹായുള്ള രക്ഷ, പിന്നെ എന്തിനീ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചില്ല. പെന്തക്കോസ്റ്റൽ സമൂഹങ്ങളൊക്കെ പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് പറയാറുണ്ട്. പക്ഷെ അതവർക്ക് ശരിക്കും വചനത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയത്തില്ല. അപ്പൊ അവർ ബുദ്ധി കൊണ്ടാണ് അളക്കുന്നത്. പരിശുദ്ധ അമ്മയെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും അളക്കുന്നത് കൊണ്ടാണ് അവർക്കതിന് വ്യക്തതയുള്ള ഉത്തരം കിട്ടാത്തതിന്റെ കാരണം. അങ്ങനെ അത് അരൂപിയിൽ തിരിച്ചറിയേണ്ട വേഷ. അതായത് പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധ അമ്മ ഭാവികളുടെ സങ്കേതം എന്നൊരു വാക്ക് പറയും. അതായത് നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകൾ അമ്മയുടെ പുണ്യയോഗ്യത കൊണ്ട് പരിഹരിക്കപ്പെടും. നീതിമാനായ യശോദമ്പുരാന്റെ മുമ്പിൽ, നീതിവിധിയാളനായ കർത്താവിന്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയുള്ള ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ട ഒരേ ഒരു വ്യക്തി പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ വിലയേറിയ മധ്യസ്ഥത്തിന് വലിയ വിലയുണ്ട്. മാത്രമല്ല, അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് പിതാവായ ദൈവം ലോകത്തെ രക്ഷിക്കുവാൻ പുത്രൻ തമ്പുരാനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അത് പരിശുദ്ധ അമ്മയിലൂടെയാണ് ലോകത്തിലേക്ക് ഈശോ മിശിഹായെ കൊണ്ടുവരുന്നത്. തന്റെ രക്ഷാകര പദ്ധതിയുടെ മുഴുവൻ സമയവും അതിനോട് 100% ആമേൻ പറഞ്ഞ് സഹകരിച്ചവളാണ് പരിശുദ്ധ അമ്മ. അപ്പൊ ആ അമ്മയെ ഒരിക്കലും സ്വർഗപിതാവ്, പുത്രൻ തമ്പുരാൻ, പരിശുദ്ധാത്മാവ് ഒരിക്കലും മാറ്റി നിർത്തുകയില്ല. കാരണം ദൈവപദ്ധതിയോട് മനുഷ്യകുലത്തെ മുഴുവൻ പാപത്തിന്റെയും മരണത്തിന്റെയും സാത്താന്റെയും പിടിയിൽ നിന്ന് കരകയറ്റുവാൻ വേണ്ടിയുള്ള ദൈവപിതാവിന്റെ പദ്ധതിയിൽ 100% സഹകരിച്ചവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് അവളുടെ വാക്കിന് എപ്പോഴും വിലയുണ്ട്. പാപികൾക്ക് പോലും ആശ്രയമാണ്. ഒരു പാപി പരിശുദ്ധ അമ്മയോട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ, അമ്മയോട് ഈശോയോട് പറഞ്ഞാൽ ഈശോയ്ക്ക് അതിന് ഒരിക്കലും നോ പറയാൻ പറ്റില്ല എന്നാണ് വിശുദ്ധാത്മാക്കൾ പഠിപ്പിക്കുക. പരിശുദ്ധ അമ്മ ഒരാൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ചാൽ അവിടെ ഈശോയ്ക്ക് ഒരിക്കലും നോ പറയാൻ പറ്റില്ലെന്നവർ. നമുക്കറിയാം, മാരക പാപിയായിരുന്ന വിശുദ്ധ അഗസ്തീനോസ് മാനസാന്തരപ്പെട്ടതിൻ്റെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ പറ്റും. മോനിക്ക പുണ്യവതി, വിശുദ്ധ അഗസ്റ്റിന്റെ അമ്മയായ മോനിക്ക പുണ്യവതി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു, എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. തൻ്റെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ജപമാല കൊച്ചില് വിശ്വാസത്തോടെ തീഷ്ണതയോടെ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക. അതിന്റെ പരിണിത ഫലമാണ് രണ്ടുപേരും വിശുദ്ധരായിത്തീരുന്നു. ഒരു ദിവസം ഈ വിശുദ്ധ അഗസ്ത്യൻ മാരക പാപത്തിന്, വ്യഭിചാരം, മ്ലേച്ഛ പാപങ്ങള്, വഴിവിട്ട ബന്ധം, സെക്സിനൊക്കെ അഡിക്റ്റായിരുന്ന വ്യക്തിയായിരുന്നു, മദ്യത്തിനൊക്കെ. അപ്പോൾ ആ വ്യക്തി പൂർണ്ണമായും മനസ്സാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതിന്റെ കാരണം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമാണ് ശരിക്കും അവന്റെ ആ വിശുദ്ധ അഗസ്ത്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എല്ലാ വിശുദ്ധരുടെയും ജീവചരിത്രം പഠിച്ചുകൊള്ളുക. അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത, അവരെല്ലാം പരിശുദ്ധ അമ്മയോടുള്ള വണക്കത്തില്, ഭക്തിയില് വളർന്നിട്ടുള്ള ആളുകളാണ്. കാരണം ജീവിത വിശുദ്ധിയിൽ വളരാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ആളുകൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി ദിനംതോറും പ്രാർത്ഥിക്കണം. അപ്പോൾ അമ്മ ആ വ്യക്തിയെ സഹായിക്കും, വഴി നടത്തും, അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, സൗഖ്യങ്ങളിലൂടെ ഒക്കെ നടത്തും.